യോഗം ചേരുന്നു എന്നൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. അപ്പോൾ ഈ രാജിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണെന്നുള്ള വിവരമാണ്. യോഗം ഇന്ന് നടക്കില്ല, യോഗം മാറ്റിവെക്കുന്നു എന്നുള്ള തീരുമാനം മോഹൻലാലിന് എത്താൻ പറ്റാത്തതുകൊണ്ട് യോഗം മാറ്റിവെക്കുന്നു എന്ന തീരുമാനമായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ ഓൺലൈൻ യോഗം ചേരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അല്ലമീൻ, എന്താണ് വിവരങ്ങൾ? മാറ്റിവെച്ച അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ വലിയ പ്രതിഷേധത്തെ തുടർന്ന്, സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ന് തന്നെ നടത്തുകയാണ്. ഇന്ന് നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും മോഹൻലാലിന് എത്താൻ പറ്റാത്തതിനാൽ യോഗം മാറ്റിവെക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇനി യോഗം മാറ്റിവെക്കാനാവില്ല, നിലപാടെടുക്കണം, തീരുമാനമെടുക്കണം എന്നുള്ള വലിയ സമ്മർദ്ദം AMMയിൽ ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ചേരുന്നു എന്നുള്ള വിവരമാണ്. അല്ലമീൻ, ഇപ്പോൾ ഓൺലൈനായി എക്സിക്യൂട്ടീവ് ചേരുകയാണ്, എന്താണ് വിവരങ്ങൾ? നിലവിൽ ഉയർന്നു വന്ന ഒരു പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ ഓൺലൈനായി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഔദ്യോഗികമായി അതിന്റെ അഭിപ്രായം പറയാം, അതിനു മുമ്പ് ഒരു കൂടിയാലോചന വേണമെന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഓൺലൈനായി ഇപ്പോൾ അംഗങ്ങൾ, അവൈലബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ യോഗം ചേരുന്നത്. ഈ രൂപപ്പെട്ടു വന്ന പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം, മറികടക്കാം എന്നുള്ളതാണ് ഏറെ പ്രധാനം. സിനിമാ ലോകത്ത് സംഘടനയ്ക്ക് ഒന്നാകെ വലിയ നാണക്കേട് സൃഷ്ടിച്ച ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സാഹചര്യം അത് തന്നെയാണ്. പക്ഷേ കൂട്ടരാജ്യം കൂടി ഉണ്ടായതോടെ വലിയ തരത്തിലുള്ള നാണക്കേടിലേക്കും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കും ഒരുപക്ഷെ സമീപകാലത്ത് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് സംഘടന നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് ഇനി ഏറെ പ്രധാനം. ഒരുപക്ഷെ AMMയുടെ ബൈലോ മുൻനിർത്തിയുള്ള തുടർ നടപടികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. വലിയ തരത്തിൽ ഈ സിദ്ദീഖ് രാജിവെച്ച ഒഴിവിലേക്ക് ആളുകളെ നിയമിക്കണം, അത് ആര് വേണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വിധത്തിൽ ഒരു നടപടി ഉണ്ടായത്. പക്ഷെ അപ്പോഴും അഴകുഴമ്പൻ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും വെറും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ടുമാണ് ഇന്ന് നിശ്ചയിച്ചിരുന്ന എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചത്. അത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കെടുക്കാനാവില്ല, അസൗകര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു മാറ്റിവെച്ചത്. അതാണ് വലിയ തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചത്. നിരപരാധികളായ പലരെയും കരിനിഴലിൽ നിർത്തുന്നത് തുല്യമായി ഇപ്പോഴത്തെ ആരോപണങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അതിനെ പ്രതിരോധിക്കാനോ അതിന് തടയിടാനോ അല്ലെങ്കിൽ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കാനോ എന്തിന് ആരോപണ വിധേയരുടെ ഒരു വിശദീകരണം ചോദിക്കാൻ പോലും സംഘടന തയ്യാറായില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുമെന്നുള്ള സൂചനകളാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? പരസ്യ പ്രതികരണങ്ങൾ നേരത്തെ ജയൻ ചേർത്തലയുടെ വ്യത്യസ്ത പ്രതികരണം നമ്മൾ കണ്ടു. അതിനുശേഷം അൻസിബ ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന പീഡനങ്ങളുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു. അതുകൂടാതെ ഈ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എക്സിക്യൂട്ടീവ് അംഗമാണ് അൻസിബ. കൂടാതെ ആരൊക്കെയാണ് ഇപ്പോൾ വ്യത്യസ്ത നിലപാടെടുക്കുന്നത്? നമുക്ക് എന്തൊക്കെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു? പിരിച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അടുത്ത പടി? മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പോകേണ്ടി വരും സ്മൃതി. അങ്ങനെ പിരിച്ചുവിട്ടുകൊണ്ട് ഈ പറഞ്ഞ നേരത്തെ തന്നെ മോഹൻലാലൊക്കെ മുമ്പത്തില നടപടികളൊക്കെ വന്നപ്പോൾ ഇത് തുടരുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം സമാനതകളില്ലാത്തതാണ്, മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളില്ലാത്തതാണ്, ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു ഉദാഹരണങ്ങളില്ലാത്ത തരത്തിലേക്ക് ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടും അതിനെ പ്രതിരോധിക്കാനോ അതിനെ പിടിച്ചു നിർത്താനോ നാണക്കേടിൽ നിന്ന് മറികടക്കുന്നതിനോ ഒരു നടപടിയും ഒരു പ്രതികരണവുമില്ല. പക്ഷേ അതേസമയം പൃഥ്വിരാജിനെ പോലുള്ള ചിലർ ശക്തമായ നിലപാട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ചിലർ നിലപാട് പറയുമ്പോഴും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുന്നതിലുള്ള അതൃപ്തിയും അമർഷവും നിരസവും തന്നെയാണ് ഈ വിധത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നടി ആക്രമിക്കപ്പെട്ട സമയത്തും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിരുന്നു, പ്രതിസന്ധി ഉയർന്നു വന്നിരുന്നു. സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ സംഘടനയ്ക്കെതിരെ അതിശക്തമായ നിലപാട് ഇന്നലെ എടുത്തത് നടൻ പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഇന്നലെ പറഞ്ഞത് AMMയ്ക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പഴുതടച്ച അന്വേഷണം വേണമെന്നുള്ളതാണ്. കുറ്റക്കാർക്കെതിരെ കൃത്യമായ ശിക്ഷ വേണമെന്നുള്ളതാണ്. നിയമവ്യവസ്ഥ അനുസരിച്ച് ഇരകളുടെ പേരുകൾ പുറത്തു പറയാം, പക്ഷേ ആരോപണ വിധേയരുടെ പേര് പുറത്തു പറയേണ്ടതില്ല എന്നതടക്കം ഇപ്പോൾ ആരോപണ വിധേയരെ പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള പ്രതികരണമാണ് ഇന്നലെ പൃഥ്വിരാജിന്റെ അടുത്ത് നിന്ന് വന്നത്. അതുപോലെ ശ്വേതാ മേനോനും അവിടെ ഒരു തരത്തിൽ ഒരു സംഘം അവിടെ ഭരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. തനിക്ക് തന്നെ 9 സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നു. അങ്ങനെ സംഘടനയിലെ പ്രധാനികൾ തന്നെ പുറത്തു വന്ന് സംഘടനയെ തള്ളുന്ന പ്രതികരണങ്ങൾ നടത്തിയ പശ്ചാത്തലം അതാണിപ്പോൾ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുന്നതിലേക്ക് പോകുന്ന ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോകേണ്ടി വരുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് അപ്പോൾ പ്രസിഡന്റിന്റെ റിലീസ്, അതായത് മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം പുറത്തു വരും എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അല്ലമീൻ, ഇപ്പോൾ ആരോപണ വിധേയർക്കൊപ്പം നിൽക്കുന്നവരാണ് ഇപ്പോൾ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണോ സത്യം?
ഒരു സംശയവുമില്ല സ്മൃതി. കാരണം ഈ ബന്ധപ്പെട്ടവർ, ഭാരവാഹികൾ, അധികൃതർ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ആ നിലപാട് ഉറക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ അതൊരു പക്ഷേ അവർക്ക് വേണ്ടപ്പെട്ട ആരോപണ വിധേയരായവർക്ക് എതിരാകാനുള്ള സാധ്യതയുണ്ട്. അവരെ സംരക്ഷിച്ചു കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്വാഭാവികമായും ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു പ്രതികരണം പോലും നടത്താതെ മൗനം പാലിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ആ പരാതി ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഓൺലൈൻ വഴി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് നിലപാട് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ആ നിലപാട് വ്യക്തതയുള്ള നിലപാടായിരുന്നില്ല, അഴകുടമ്പൻ നിലപാട് തന്നെയായിരുന്നു. അതിലും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ ആ ഒരു മാഫിയയുടെ, അല്ലെങ്കിൽ ആ സ്വാധീന ശക്തിയുടെ ഓരം ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് പലരും ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചാൽ, ഒരു നടപടി സ്വീകരിച്ചാൽ വേണ്ടപ്പെട്ട പലരെയും പുറത്തേക്ക് പുറംകാല് കൊണ്ട് ചവിട്ടിയെറിയേണ്ടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയും അവർക്കൊരു സംരക്ഷണ കവചം ഒരുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇതുവരെയും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞൊരു പ്രതികരണം പോലും നടത്താതെ നേതൃത്വം ഒഴിഞ്ഞുമാറി നടന്നിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനി അത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിനെതിരെ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ശബ്ദമുയർത്തിയതും പരസ്യമായി പ്രതികരിച്ചതും ഇപ്പോൾ രാജിവെച്ച ഇങ്ങനെ ഒരു കൂട്ടത്തോടൊപ്പം, ഇങ്ങനെ ഒരു സംഘടനയോടൊപ്പം തുടരാൻ താല്പര്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചതും. സ്വാഭാവികമായും അത് ഈ പറയുന്ന പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന, ഒപ്പം നേതൃതലങ്ങളിൽ ഇരിക്കുന്ന, കീ പോസ്റ്റ് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധിയും കൂടുതൽ നാണക്കേടും ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം. രാജിവെച്ച ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച സിദ്ദീഖിന്റെ ഒടുവിലേക്ക് മറ്റ് പലരുടെയും പേരുകൾ ഉയർന്നു വന്നിരുന്നു. അവരെയൊക്കെ പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ പേരുകാരെ ആരെങ്കിലുമൊക്കെ പരിഗണിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പിന് സ്വാധീനം കുറയുമോ എന്നുള്ള സംശയവും അവർക്കുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ നടപടികൾ സാങ്കേതിക കാരണം പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോയത്. അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ അവരുടെ നിലപാട് മൗനമായി ഈ കുറ്റാരോപിതർക്കൊപ്പം നിൽക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് എന്ന ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ഇങ്ങനെ ശബ്ദമുയർത്തിയിട്ട് കാര്യമില്ല, പ്രതികരിച്ചിട്ട് കാര്യമില്ല, നിലപാട് പറഞ്ഞിട്ട് കാര്യമില്ല, സംഘടന നന്നാവാൻ പോകുന്നില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം കൂട്ടരാജിക്ക് ഒരു വിഭാഗത്തെ പ്രേരിപ്പിച്ചത്. അല്ലമീൻ, ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. SIT സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. പ്രത്യേക അന്വേഷണ സംഘം ഈ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളിലാണ് അന്വേഷണം നടത്തുന്നത്. ആ വെളിപ്പെടുത്തലുകളിൽ FIR ഇതിനകം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു നടി നൽകിയത് 7 പേർക്കെതിരെയാണ്. അതിൽ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ, AMMA അംഗങ്ങൾക്കെതിരെ അടക്കമാണ് പരാതി പോയിരിക്കുന്നത്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു അടക്കമുള്ള താരങ്ങൾക്കെതിരെയാണ് ഇതിനകം പരാതി നൽകുകയും FIR ഇടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് AMMA അംഗങ്ങൾക്കെതിരെ FIR ഇട്ട ദിവസം എന്ന പ്രത്യേകത കൂടിയുണ്ട് അല്ലമേ? തന്നെയാണ് പലതരത്തിലുള്ള അവിചാരിതമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് സ്മൃതി ഇക്കാര്യത്തിലേറെ പ്രധാനം. തുടർച്ചയായി പരാതികൾ വരുന്നു, കേസുകൾ എടുക്കുന്നു, അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായും ഇനിയും കേസുകളൊക്കെ വരുമ്പോൾ, ഇനിയും ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതിന് മറുപടി ഇപ്പോഴുമില്ല. എന്ന് മാത്രമല്ല, അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരപരാധികളായി നിൽക്കുന്ന ആളുകൾ കൂടി മറുപടി പറയാൻ ബാധ്യസ്ഥരാവുകയും സംശയ നിഴലിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം, അവർ കൂടി അവരറിയാത്ത കുറ്റത്തിന് കരിവാരിത്തേക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം, അതിന് കൂട്ടുനിൽക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഈ സംഘടനയുടെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സംഘടനയുടെ ഭാഗമായി തുടരുന്നിടത്തോളം കാലം ആ നാണക്കേടും മാനക്കേടും തങ്ങളും സഹിക്കേണ്ടി വരും, അതിന്റെ പാപഭാരം തങ്ങളും പേറേണ്ടി വരുമെന്നുള്ള ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് നിർണായകമായിട്ടുള്ള, വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് തന്നെ ഈ രാജിവെച്ചവരുടെ നിലപാടിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഏതായിരുന്നാലും അത്തരമൊരു നിലപാടിലേക്ക് അവർ പോയിരിക്കുന്നു. ഇനി അതിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കുമോ, ഇനി അതല്ല കമ്മിറ്റി ഒന്നാകെ പിരിച്ചുവിട്ടുകൊണ്ട് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏറെ പ്രധാനം. സ്വാഭാവികമായും AMMയുടെ ബൈലോ അനുസരിച്ച നിയമോപദേശം ഉൾപ്പെടെ തേടിയായിരിക്കും ഇനി ഇക്കാര്യത്തിൽ. ഈ രാജി ആരോപണ വിധേയർക്കൊപ്പം നിൽക്കുന്നവർ നടത്തുന്ന രാജിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ചേരുന്നത് താൽക്കാലിക ചുമതല, ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയുള്ള ബാബുരാജിന്റെ അധ്യക്ഷതയിലാകുമെന്നുള്ള സൂചനകളാണ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത്. ബാബുരാജ് 2 ദിവസത്തിനകം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ പൂച്ചു പുറത്തു ചാടിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ ബാബുരാജിനും ശ്രീകുമാർ മേനോനുമെതിരെ ഇതിനകം പരാതി നൽകിയിരിക്കുന്നു, ഓൺലൈനായി പരാതി നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അപ്പോൾ അവിടെയും FIR രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ യോഗം വിളിച്ച ആൾക്കെതിരെയും FIR ഉണ്ട്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും മുമ്പ് ഇത് പിരിച്ചുവിടുക, നിലവിലെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുക എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ താൽക്കാലിക ചുമതലയുള്ള ആൾക്കെതിരെ പോലും സംഘടനയ്ക്കകത്ത് നിന്ന് ചിലർ കളിക്കുന്നു എന്ന സൂചനയാണ് ഇന്നലെ ബാബുരാജ് നടത്തിയത്. അപ്പോൾ മൊത്തത്തിൽ സംഘടനയ്ക്കകത്ത് ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് ഇപ്പോൾ രാജി എന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ.
ആ ഭിന്നത പ്രകടമാണ് സ്മൃതി. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നത് മുതൽ അത് പ്രകടമാണ്. അതിൽ പ്രതികരിക്കാൻ വൈകിയത് മുതൽ അത് പ്രകടമാണ്. എന്ന് മാത്രമല്ല, നടി ആക്രമിക്കപ്പെട്ട സമയം മുതൽ ഇങ്ങോട്ട് പല വിഷയങ്ങളിലും അമ്മയ്ക്ക് ഈ ഹേമമ്മയ്ക്കുള്ളിലെ ഭിന്നത അത് പ്രകടമാണ്, അത് വ്യക്തവുമാണ്. പക്ഷേ അത് ഇത്രത്തോളം മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നില്ല എന്ന് മാത്രം. പലപ്പോഴും അതിനെ തണുപ്പിച്ചു കൊണ്ടുപോകാൻ അത് ബന്ധപ്പെട്ടവർക്കായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിധത്തിൽ ഒരു നടപടി. എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും രാജിവെക്കുന്നു. ഒരാൾ ഒരു വിഭാഗം എന്ന നിലപാടല്ല, മൊത്തത്തിൽ AMMA സംഘടനയുടെ എക്സിക്യൂട്ടീവ് അങ്ങ് രാജി വയ്ക്കുകയാണ് എന്നുള്ള കാര്യം AMMA പ്രസിഡന്റ് മോഹൻലാൽ മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരമാണിപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. AMMA എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുകയാണ്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോപണ വിധേയരായ 3-ലധികം താരങ്ങളുണ്ട്, 3-4 താരങ്ങളുണ്ട്. ഇതിനകം കേസ് എടുക്കപ്പെട്ട താരമുണ്ട്. അപ്പോൾ സിദ്ദിഖ് മുതൽ അങ്ങോട്ട് തുടങ്ങിയാണ്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയംപിള്ള രാജു അടക്കമുള്ളവർക്കെതിരെ ഇന്നും പരാതി വന്നിരിക്കുന്നു. ബാബുരാജ്, ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെ മറ്റൊരു പരാതിയും വന്നിരിക്കുന്നു. ഇതിന്മേലൊക്കെ FIR ഇട്ട പശ്ചാത്തലമാണ്. അപ്പോൾ AMMA സംഘടനയുടെ എക്സിക്യൂട്ടീവ് അങ്ങ് പിരിച്ചുവിടുകയാണെന്നുള്ള കാര്യം പ്രസിഡന്റ് മോഹൻലാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്തായി അയച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഭരണസമിതി അങ്ങ് ഒഴിയുകയാണ്. പുതിയ ഭരണസമിതി വരുമെങ്കിൽ ആര് നേതൃത്വം വഹിക്കും? ഒരു വനിത ആ സ്ഥാനത്തേക്ക് വരണം എന്നാണ് ഇന്നലെ പൃഥ്വിരാജ് വേറിട്ട ശബ്ദമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പൃഥ്വിരാജിന്റെ വാർത്താ സമ്മേളനത്തോട് പോലും ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അമ്മ പ്രസിഡന്റ് AMMA സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ കത്തയച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് കത്തിൽ? സ്മൃതി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ തുടർന്ന് നിരവധി ആരോപണങ്ങൾ ചലച്ചിത്ര താരങ്ങൾക്കെതിരെ, അമ്മ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അമ്മ ഭരണസമിതി അഥവാ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെക്കാം എന്നുള്ള നിർദ്ദേശം അമ്മ പ്രസിഡന്റ് മോഹൻലാലാണ് ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. അമ്മയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റു ട്രേഡ് യൂണിയൻ നേതാക്കന്മാരോടുകൂടി ആലോചിച്ച ശേഷമാണ് മോഹൻലാൽ ഇത്തരമൊരു നിർദ്ദേശത്തിലേക്ക് എത്തിയത്. അങ്ങനെ അമ്മ എക്സിക്യൂട്ടീവിൽ പ്രസിഡന്റ് മോഹൻലാലാണ് ഈ എല്ലാവരും ഒരുമിച്ച് രാജിവെക്കാം എന്ന നിർദ്ദേശം വെച്ചത്. ആ നിർദ്ദേശമാണ് എല്ലാവരും അംഗീകരിച്ചത്. കൂട്ടരാജി എന്നുള്ള വാർത്ത അമ്മ നേതൃത്വം നിഷേധിക്കുകയാണ്. ഈ തീരുമാനം, അതായത് അമ്മ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെക്കാനുള്ള തീരുമാനം മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഞങ്ങളുടെ ഭരണസമിതി രാജിവെക്കുകയാണ്. ഈ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന കാര്യം അമ്മ ജനറൽ സെക്രട്ടറി, അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. രാജിക്ക് പറയുന്ന കാരണം എന്താണ് ശ്രീജിത്ത്? രാജിക്ക് കാരണമായി പറയുന്നത് എന്താണ്? അമ്മ സംഘടന ഫലപ്രദമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തു വന്ന ശേഷമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. നേരത്തെ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങളിൽ അമ്മ നേതൃത്വം ഫലപ്രദമായി ഇടപെട്ടില്ലാത്ത വിമർശനങ്ങൾ അമ്മ ഭാരവാഹികൾ തന്നെ പരസ്യമായി ഉന്നയിക്കുന്നു. അമ്മയുടെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഉന്നയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ സമിതി അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഈ രാജിവെക്കുന്നു. എന്നാൽ ഈ ഇപ്പോഴത്തെ നിലയിൽ അമ്മ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട്. അതായത് കൈനീട്ടം പോലുള്ള ഈ പ്രായമായ കലാകാരന്മാർക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുമുള്ള ഒരു പ്രതിമാസ സഹായം എന്ന നിലയിൽ, ഒരു പെൻഷൻ എന്ന നിലയിൽ കൈനീട്ടം നൽകുന്നുണ്ട്. ഈ കൈനീട്ടവും മറ്റും ഒപ്പിടാനായി അധികാരപ്പെട്ട ഒരാൾ വേണം. അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതി വരുന്നവരെ നിലവിലുള്ള കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി തുടരാമെന്നും ഈ ഇത്തരത്തിൽ സാമ്പത്തിക ചുമതലകളൊക്കെ നിർവഹിക്കുന്ന രീതിയിലേക്ക് ഇടപെടാമെന്നുള്ള തീരുമാനമാണ് അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാൽ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രാജിവെക്കാനുള്ള സാഹചര്യം അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട്